പോഷൻ ട്രാക്കറിൽ ഡെയിലി ട്രാക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ പോഷൻ ട്രാക്കറിന്റെ ലൊക്കേഷൻ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പുവരുത്തുക. പോഷൻ ട്രാക്കറിന്റെ ലൊക്കേഷൻ, ക്യാമറ തുടങ്ങിയ ആപ്പ് പെർമിഷനുകൾ എങ്ങനെയാണ് അലോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്രകാരം നിങ്ങൾക്ക് ലൊക്കേഷൻ, ക്യാമറ പെർമിഷനുകൾ എനേബിൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഡെയിലി ട്രാക്കിംഗിൽ ജിയോ ഫെൻസിംഗ് സംവിധാനമുള്ളതിനാൽ അങ്കണവാടി ഓപ്പണിംഗ് പോലെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അങ്കണവാടിക്ക് അകത്തു നിന്നോ അല്ലെങ്കിൽ അങ്കണവാടിയുടെ തൊട്ടു പരിസരത്ത് നിന്നോ തന്നെ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡെയിലി ട്രാക്കിംഗ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ അങ്കണവാടിയിൽ നിന്നോ അതല്ലെങ്കിൽ അങ്കണവാടിയുടെ തൊട്ടു പരിസരത്ത് നിന്നോ ആണ് ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെയാണ് നമ്മുടെ അങ്കണവാടിയുടെ ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തേണ്ടത്. അതായത് നമ്മുടെ അങ്കണവാടി ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് രേഖപ്പെടുത്തേണ്ടത് ഈ ഒരു പേജിലാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാ അങ്കണവാടി പ്രവൃത്തി ദിവസങ്ങളിലും നമ്മളിവിടെ ഓപ്പൺ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അങ്കണവാടി പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു കാരണവശാലും ക്ലോസ് എന്നതിൽ സെലക്ട് ചെയ്യരുത്. അത്തരത്തിൽ ക്ലോസ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ അങ്കണവാടി അന്നേ ദിവസം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഓക്കെ എന്ന് നൽകുക. അപ്പോൾ ഇതേ രീതിയിൽ AWC സ്റ്റാറ്റസ് എന്നതിൻ്റെ നേരെ ഓപ്പൺ എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും. ഇനി അഥവാ നമ്മൾ അങ്കണവാടിയിൽ നിന്നോ അതല്ലെങ്കിൽ അങ്കണവാടി പരിസരത്തിൽ നിന്നോ അല്ല ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഈ ഒരു പേജിൽ മുകളിലായിട്ട് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ അങ്കണവാടി സെൻറ്ററിൽ നിന്നും അകലെയാണെന്നും എത്ര കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ ഉള്ളത് എന്നും കൂടാതെ അതിനുള്ള കാരണം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു കോളവും നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഐ ആം ഓൺ ലീവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് അംഗനവാടി ടീച്ചർ ലീവ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓപ്പണിംഗ് കാണിക്കേണ്ടത്. അടുത്തതായി ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് അംഗനവാടി ടീച്ചർ പ്രൊജക്റ്റ് മീറ്റിംഗ്, സെക്ടർ മീറ്റിംഗ് പോലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിലോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ ട്രെയിനിങ് ക്ലാസ്സുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുന്ന സാഹചര്യത്തിലോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് അങ്കണവാടി കേന്ദ്രത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവും. അത്തരം സാഹചര്യത്തിൽ ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തതായി ഐ ആം ഓൺ അഡീഷണൽ ചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ തൊട്ടടുത്ത സെന്ററിലെ ടീച്ചർമാർ ലീവിൽ പോകുന്ന സാഹചര്യത്തിലും മറ്റും നമുക്ക് അവിടുത്തെ അഡീഷണൽ ചാർജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവിടുത്തെ ലോഗിൻ ഉപയോഗിച്ച് അവിടുത്തെ ഡെയിലി ട്രാക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ അവിടുത്തെ അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് ഇന്ന് പ്രസന്റ് ആയിട്ടുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് അതുപോലെ തന്നെ മോർണിംഗ് സ്നാക്സ് എന്നിവ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ അറ്റൻഡൻസ്, മോർണിംഗ് സ്നാക്സ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ അറ്റൻഡൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ചില കുട്ടികളുടെ പേരിന്റെ നേരെ ഓപ്റ്റ് ഔട്ട് ഫോർ SNP എന്ന് ഇതേ രീതിയിൽ ചുവപ്പ് നിറത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സ്കൂൾ ഗോയിങ് കാണിച്ചിട്ടുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ അങ്കണവാടിയിൽ സ്ഥിരമായിട്ട് വരാത്ത കുട്ടികളുടെയും THR ഓപ്ഷൻ നോ കൊടുത്ത് SNP ഓപ്റ്റ് ഔട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ SNP ഓപ്റ്റഡ് ഔട്ട് ആയിട്ട് കാണപ്പെടുന്ന കുട്ടികളുടെ മോർണിംഗ് സ്നാക്സ്, HCM തുടങ്ങിയവ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇനി അഥവാ പ്രീ സ്കൂളിൽ വരുന്ന ഏതെങ്കിലും കുട്ടികളുടെ പേരിന്റെ നേരെ ഇതേ രീതിയിൽ SNP ഓപ്റ്റ് ഔട്ട് എന്ന് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 3-6 കുട്ടികളുടെ രജിസ്റ്ററിൽ പോയിട്ട് ആ ഒരു കുട്ടിയുടെ THR ഓപ്ഷൻ എസ് ആക്കിയിട്ട് SNP ഓപ്റ്റ് ഇൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
SNP എങ്ങനെയാണ് ഓപ്റ്റിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്രകാരം THR ഓപ്ഷൻ മിസ്സാക്കിയിട്ട് ഓപ്റ്റിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കുട്ടികളുടെയും പേരിൻ്റെ നേരെയായിട്ട് നമുക്ക് 2 കോളങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കോളം അറ്റൻഡൻസ് രേഖപ്പെടുത്താനും രണ്ടാമത്തെ കോളം മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്താനും ഉള്ളതാണ്. അപ്പോൾ അന്ന് പ്രസൻ്റ് ആയിട്ടുള്ള ഓരോ കുട്ടികളുടെയും നേരെയുള്ള 2 കോളങ്ങളും കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്തിട്ടുള്ള കുട്ടികളുടെ പേരിൻ്റെ നേരായിട്ട് ഇതേ രീതിയിൽ ശരിചിഹ്നം കാണാൻ സാധിക്കും. കൂടാതെ ഏറ്റവും താഴെയായിട്ട് ടോട്ടൽ ബെനിഫിഷ്യറി സെലക്റ്റഡ് എന്നതിന് നേരായിട്ട് എത്ര കുട്ടികളുടെ അറ്റൻഡൻസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന ഒരു എണ്ണം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എത്ര പേരുടെ മോർണിംഗ് സ്നാക്സ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എണ്ണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എണ്ണം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോം സബ്മിറ്റ് ആവുകയും നമുക്ക് അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എന്നതിൻ്റെ നേരെ ആ ഒരു എണ്ണം കാണാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കുട്ടികളുടെ HCM അഥവാ നോൺ ഫീഡിംഗ് രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് THR HCM എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിലേറ്റവും താഴെ കാണുന്ന ചിൽഡ്രൻ 3 years to 6 years എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 to 6 കുട്ടികളുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇന്ന് പ്രസൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ കുട്ടികളാണോ ആ ഒരു കുട്ടികളുടെ പേരിൻ്റെ നേരെയുള്ള HCM എന്ന ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് HCM എന്നും THR എന്നും 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ HCM അഥവാ ഹോട്ട് കുക്ക്ഡ് മീൽസ് ആണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് HCM എന്നതിൻ്റെ താഴെയുള്ള ആ ഒരു വട്ടത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വട്ടത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ചുവപ്പ് നിറത്തിൽ നമുക്ക് ആ ഒരു വട്ടം കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ കുട്ടികളാണോ ഇന്ന് പ്രസൻ്റ് ആയിട്ടുള്ളത് ആ കുട്ടികളുടെ പേരിൻ്റെ നേരെയുള്ള HCM എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന HCM ടൈപ്പ് എന്നതിൻ്റെ താഴെയുള്ള സെലക്ട് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും ഹോട്ട് കുക്ക്ഡ് മീൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഡീറ്റെയിൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ചുവടെയുള്ള ആക്ടിവിറ്റി എന്ന ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ പേഴ്സണൽ ഹൈജീൻ, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആ 2 ഓപ്ഷനുകളും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ചുവടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ചെയ്യാനുള്ളത്. ഡെയിലി ട്രാക്കിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു റിഫ്രഷ് ബട്ടണിൽ 1-2 തവണ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ തൊട്ടു സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ക്ലൗഡിന്റെ ഐക്കൺ 0 പകരം മറ്റേതെങ്കിലും നമ്പറുകൾ കാണുകയാണെങ്കിൽ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലൗഡ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് അതിലേതെങ്കിലും പെൻഡിങ് ഫയലുകൾ കാണുകയാണെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയലുകൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലൗഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഡെയിലി ട്രാക്കിങ്ങിലെ മറ്റു ഓപ്ഷനുകളായിട്ടുള്ള THR രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും ECC ആക്ടിവിറ്റികൾ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.